പഴയ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആർഎസ്എസ് അനുഭാവിയായിരുന്നു എന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ആരോപണമെങ്കിൽ പേടിക്കണ്ട കേട്ടോ. പുതിയ ഗവർണർ തീർത്തും ഒരു ആർഎസ്എസ്സുകാരനാണ്. പുതിയ ഗവർണറായി ചുമതലയേറ്റ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന 23ാമത്തെ കേരള ഗവർണർ സ്ഥാനമേറ്റെടുത്ത് ആദ്യ ദിവസം തന്നെ വെടിപൊട്ടിച്ചിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കൂടുതൽ സംസാരിക്കുകയും കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചരിത്രം പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് കുറച്ച് സംസാരവും കൂടുതൽ പ്രവൃത്തിയും എന്നാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഉഡായിപ്പുകളൊന്നും ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവർണറുടെ ഓഫീസിനെതിരെയുള്ള കേരള സർക്കാരിന്റെ കുതന്ത്രങ്ങളൊന്നും പഴയ പോലെ ഫലിക്കുവാനുള്ള സാധ്യതയില്ല. കേരള സർക്കാരിന്റെ ചില ചടുലമായ നീക്കങ്ങളെ വളരെ തന്ത്രപരമായി തന്നെ വെട്ടിക്കൊണ്ടുള്ള ചില ഉത്തരവുകളാണ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആർലേക്കർ ചാർജ് എടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ എടുത്ത ചില നടപടികൾ രാജ്ഭവനിൽ നിന്നും വരുന്നത് അറിഞ്ഞാൽ തന്നെ അറിയാം ഗവർണർ എന്തൊക്കെയോ തീരുമാനിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. കേരള സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിർദ്ദേശങ്ങളാണ് തൊട്ടടുത്ത ദിവസം, അതായത് ചാർജ് എടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണർ നൽകിയിട്ടുള്ളത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗവർണർമാരുടെ സുരക്ഷാ ചുമതല സാധാരണയായി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷാ ജീവനക്കാരെ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിഞ്ഞു പോയി പുതിയ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഗ്യാപ്പിൽ കേരള സർക്കാർ ഒരു പണി പറ്റിച്ചു. ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരിൽ കുറച്ചുപേരെ അവിടെ നിന്ന് പിൻവലിച്ച് പുതിയ ആൾക്കാരെ നിയമിച്ചു. അതായത് ഗവർണറുടെ ഓഫീസിൽ നടക്കുന്ന തന്ത്രപ്രധാനപരമായ നീക്കങ്ങളെല്ലാം തന്നെ സർക്കാരിനെ കാലാകാലങ്ങളായി അറിയിക്കുക എന്ന ഉദ്യമത്തോടുകൂടി ഒരു പുതിയ സെറ്റ് ആൾക്കാരെ നിയമിച്ചു എന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കണം അതിന്റെ ഉദ്ദേശവും. എന്നാൽ ഈ പുതിയ ഗവർണറായി വരുന്ന ആൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ കേരളത്തിലേക്ക് വരുന്നത്. എന്തായാലും ഗവർണർ ചുമതലയെടുത്തതിന് തൊട്ടടുത്ത ദിവസം തന്നെ എ ഡി ജി പി മനോജ് എബ്രഹാമിനെ വിളിച്ചു വരുത്തി. ഈ മാറ്റിയ ഉദ്യോഗസ്ഥരെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് ശക്തമായ ഭാഷയിൽ തന്നെ നിർദ്ദേശം നൽകി. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി മുൻപുണ്ടായിരുന്നവർ തന്നെ മതി, പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും മറ്റവരെ സ്ഥലം മാറ്റാനും എന്താണ് പ്രത്യേകിച്ച് കാരണമെന്ന് ചോദിച്ചപ്പോൾ ADGPക്ക് വ്യക്തമായ മറുപടിയൊന്നും നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് രാജ്ഭവനിൽ നിന്നും അറിയുന്ന വിവരങ്ങൾ. എന്തായാലും ഗവർണറുടെ നിർദ്ദേശപ്രകാരം പഴയ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള ആരോപണം RSS അനുഭാവിയായിരുന്നു എന്നാണെങ്കിൽ ആർലേക്കർ RSSകാരനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് തന്നെയായിരിക്കണം ഈ പുതിയ ഗവർണർ വന്നിട്ടുള്ളത്. പുതിയ ഗവർണർ ചാർജ് എടുക്കുന്നതിന് മുമ്പ് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ചെറിയ ബ്രീഫിംഗ് നൽകിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൂടാതെ ആർലേക്കർ സ്ഥാനമെടുക്കുന്നതിന് മുമ്പ് ഗോവയിൽ ചെന്ന് ഗോവ ഗവർണറെ കണ്ടിട്ടാണ് വരുന്നത്. ഗോവ ഗവർണർ ആരാണെന്ന് ആർക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. എന്തായാലും ഗോവ ഗവർണർ ശ്രീ P. ശ്രീധരൻപിള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ആർലേക്കർക്ക് നൽകി കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ RSSകാരനായ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ഗോവയിൽ BJPയെ അധികാരത്തിലെത്തുവാൻ ചരട് വലിച്ച ആർലേക്കറെ പോലെ ഒരു ഗവർണർ കേരള സർക്കാരിന് ഒരു തലവേദനയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാർ ഒരു ഗവർണറെ നിരീക്ഷിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഒരു ഓവർ സ്മാർട്ട്നെസ് ആണ് എന്ന് വേണം പറയാൻ. മുൻവിധിയോടുകൂടി തന്നെയാണ് ആർലേക്കറെ കേരള സംസ്ഥാന സർക്കാർ കണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ഒരു നിരീക്ഷണ ശ്രമം എന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ആർലേക്കർ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും ശക്തമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും വ്യത്യസ്തമായി BJPയുടെ നേതൃത്വം, അതായത് ദേശീയ നേതൃത്വവുമായി വളരെ അടുത്ത ആളാണ് ആർലേക്കർ. അതുകൊണ്ട് തന്നെ ആർലേക്കർക്ക് ആരിഫ് മുഹമ്മദ് ഖാന് കിട്ടിയ സപ്പോർട്ട് ആയിരിക്കില്ല BJPയിൽ നിന്ന് കിട്ടുന്നത് എന്നൊരു വസ്തുത കൂടി നമ്മൾക്കിവിടെ കാണേണ്ടിയിരിക്കുന്നു. പുതിയ ഗവർണർ വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും? ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിലെ പോലെയുള്ള തുറന്ന പോരുകളൊക്കെ വീണ്ടും നടക്കുമോ? ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും കൂടുതൽ സംസാരിക്കുകയും കുറച്ച് പ്രവൃത്തിയുമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു ഗവർണറുടെ നിലയ്ക്കും വിലയ്ക്കും നിരക്കാത്ത രീതിയിലുള്ള പത്രസമ്മേളനങ്ങളും പത്രപ്രസ്താവനകളുമായി ഗവർണറുടെ സ്ഥാനത്തിന് തന്നെ വില നൽകാത്ത പ്രവർത്തനമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആർലേക്കർ എന്ന ഗവർണർ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാകില്ല എന്ന് തന്നെയാണ് RR ടോക്സിന്റെ അഭിപ്രായം. കാരണം ആർലേക്കറുടെ പ്രവർത്തന പരിചയവും പ്രവർത്തന ചരിത്രവും പരിശോധിച്ചു കഴിഞ്ഞാൽ ശക്തമായ പല നടപടികളും നീക്കങ്ങളും നടത്തുവാൻ പ്രാപ്തനായ ഗവർണറാണ് ആർലേക്കർ.
ഈ പുതിയ ഗവർണർ കേരളത്തിൽ ചാർജ് എടുത്ത നിലയ്ക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരാട്ടം കേരളത്തിൽ സംഭവിക്കും. നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി.